ഭാഷ കൊണ്ട് ഏറ്റവും വിപ്ലവം തീർത്ത ഒരു സമൂഹം അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രകാശം കാണുന്നത് പോലെ, സൂര്യനെ കാണുന്നത് പോലെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങൾ ആ വെല്ലുവിളിയെ മറികടന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊറോണ ടൈമിൽ ചില ആളുകൾ രംഗപ്രവേശനത്തിലേക്ക് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഇസ്ലാമിന്റെ വിമർശകർ വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയുമെല്ലാം കളവാക്കാൻ പലവിധത്തിലുള്ള പരിശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ അത് ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെയും നടത്തി വന്ന ഒരു പ്രക്രിയയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നുബുവത്ത് ലഭിച്ചതു മുതൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ടു പോകുമ്പോഴെല്ലാം ഇസ്ലാമിന്റെ ശത്രുക്കൾ, അന്ന് മക്കയിലെ മുശ്രിക്കുകൾ, അവരെല്ലാം പ്രവാചകനെ കളവാക്കി, വിശുദ്ധ ഖുർആനിനെ കളവാക്കി. വിശുദ്ധ ഖുർആൻ അത് കട്ടുവായിക്കുന്നതാണ്, മുൻ വേദങ്ങളിൽ നിന്ന് കട്ടുവായിക്കുന്നതാണ്, അതുപോലെ ജൂതന്മാരിൽ നിന്ന് കേട്ടുപഠിച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഖുർആനിനെതിരെ അന്നു മുതൽക്ക് തന്നെ ഇന്നും നിലനിൽക്കുന്ന ഒരു വിമർശനമാണ്. എന്നാൽ ആ വിമർശനങ്ങൾക്കെല്ലാം വിശുദ്ധ ഖുർആൻ തന്നെ മറുപടി പറയുന്നുണ്ട്. അതിലെ ഒരു 5-6ഓളം കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളിയാണ്. 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ വെല്ലുവിളിയെ സ്വീകരിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങൾ ആ വെല്ലുവിളിയെ മറികടന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊറോണ ടൈമിൽ ചില ആളുകൾ രംഗപ്രവേശനത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്ന കാര്യം തന്നെ പരിശോധിച്ചു നോക്കിയാൽ ഭീമാബദ്ധങ്ങളാണ്. അൽ കൊറോണ, മൽ കൊറോണ, വമാ അദ്റാക മൽ കൊറോണ. ഈ ശൈലി തന്നെ വിശുദ്ധ ഖുർആനിന്റെ ശൈലിയായിരുന്നു. ആ ട്യൂണിൽ, അതേ രൂപത്തിൽ കൊണ്ടുവരികയാണ്. ഇനി അതിന്റെ ആശയങ്ങളും മറ്റു കാര്യങ്ങളും എടുത്തു നോക്കിയാലോ, അത് മുഴുവൻ തെറ്റും, ഗ്രാമർ മിസ്റ്റേക്കുകളും, അബദ്ധങ്ങളും ന്യൂനതകളും നിറഞ്ഞതാണ്. വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി ഇതായിരുന്നു: വ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽന. നാം അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ നിനക്ക് സംശയമുണ്ടോ എങ്കിൽ നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അല അബ്ദിന. അതുപോലെ പ്രവാചകനിലും നിനക്ക് സംശയമുണ്ടോ എങ്കിൽ നീ എന്ത് ചെയ്യുക? ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി. ഇതുപോലെയുള്ള മറ്റൊന്ന് കൊണ്ടുവാ. ഒരു സൂറത്ത് മതി, ഖുർആൻ മൊത്തം വേണ്ട, ഒരു സൂറത്ത് കൊണ്ടുവന്നാൽ മതി. ആ സൂറത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു. എന്നിട്ട് അതേ ആയത്തിൽ ബാക്കി പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള സഹായികളെയെല്ലാം നീ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒത്താശയ്ക്ക് വേണ്ടി നീ കൂട്ടുവിളിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. തീർന്നില്ല. സൂറത്തു യൂനുസിലെ 38-ാമത്തെ വചനത്തിൽ അല്ലാഹു വീണ്ടും പറഞ്ഞു, അം യഖൂലൂന ഇഫ്തറാ. ഇത് കെട്ടിയുണ്ടാക്കിയതാണെന്നാണ് അവർ പറയുന്നത്. എങ്കിൽ ഖുൽ ഫഅ്തു ബി സൂറത്തിൻ മിസ്ലിഹി. എങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത്, ഖുർആൻ പൂർണ്ണമായി കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഒരൊറ്റ സൂറത്ത് കൊണ്ടുവന്നാൽ മതി. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക? വദ്ഉ മനിസ്തതഅ്തും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നീ സത്യമാണ് പറയുന്നതെങ്കിൽ, അതായത് വിശുദ്ധ ഖുർആൻ അത് കെട്ടിയുണ്ടാക്കിയ, കെട്ടിച്ചമച്ച ഒരു വേദഗ്രന്ഥമാണ് എന്ന് നീ വാദിക്കുകയാണെങ്കിൽ, നിന്റെ വാദം സത്യമാണെങ്കിൽ എന്തു വേണം? നിനക്ക് ആവശ്യമുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നിന്റെ ആ വാദം തെളിയിക്കാനുള്ള ഒരു കാര്യം ചെയ്യേണ്ടത് ഇതിന് തത്തുല്യമായ ഒരു സൂറത്തിനെ കൊണ്ടുവരിക എന്നതാണ്. പക്ഷെ ഇന്നേ വരെ ഈ വെല്ലുവിളിക്ക് ഒരാളും ഉത്തരം നൽകിയിട്ടില്ല എന്നത് വിശുദ്ധ ഖുർആൻ അത് ദൈവികമാണ് എന്നും അള്ളാഹുവിൻ്റെ കലാമാണ് എന്നും തെളിയിക്കുന്ന ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ്. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലാണല്ലോ ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ആ പ്രവാചകന്റെ അവസ്ഥ എന്തായിരുന്നു? ആ പ്രവാചകൻ ഒരു സ്കൂളിൽ പോയിട്ടില്ല, ഒരു മദ്രസയിൽ പഠിച്ചിട്ടില്ല. ആ പ്രവാചകൻ എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനായ പ്രവാചകനായിരുന്നു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആ പ്രവാചകനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞതെന്താ? വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിക്. ഇതിനു മുമ്പ് താങ്കൾ വിശുദ്ധ ഖുർആൻ പാരായണം അല്ലെങ്കിൽ മറ്റൊന്നും വായിച്ചിട്ടില്ല. വമാ കുൻത, നീ ആയിരുന്നില്ല, തത്ലൂ മിൻ ഖബ്ലിഹി, ഇതിനു മുമ്പ് വായിക്കുന്നവനായിട്ട് നീ ഉണ്ടായിരുന്നില്ല എന്നാണ്. അതായത് വായിക്കാൻ അറിയാത്തവനായിരുന്നു. മിൻ കിതാബിൻ വല തഖുത്തുഹു, ഒന്നും എഴുതിയിട്ടുമില്ല. ബിയമീനിക്, നിന്റെ കൈ കൊണ്ട് നീ എന്ത് ചെയ്തിട്ടില്ല? എഴുതിയിട്ടുമില്ല. അപ്പോൾ എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകൻ, ഒരു മനുഷ്യനിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടാമത്തൊരു കാര്യം വെളിവായി. പ്രവാചകൻ
ഉണ്ടാക്കിയ, കെട്ടിച്ചമച്ച, എഴുതി വച്ച ആശയങ്ങളല്ല വിശുദ്ധ ഖുർആനിൻ്റേത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ എഴുത്തും വായനയും പഠിക്കാത്ത നിരക്ഷരനായ പ്രവാചകനാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻകബൂത്തിൻ്റെ 48-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ചരിത്രകാരന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്കൂളിലും പോയി പഠിച്ചിട്ടില്ല എന്നാണ്. കവിത എഴുതിയിട്ടില്ല, അത് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടില്ല എന്നതൊക്കെയും പ്രവാചകനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ചരിത്രമുണ്ട്, വിശുദ്ധ ഖുർആനിൽ നിയമങ്ങളുണ്ട്, വിശുദ്ധ ഖുർആനിൽ പല വിധത്തിലുള്ള പ്രവചനങ്ങളുണ്ട്, ശാസ്ത്രീയ സൂചനകളുണ്ട്. ബയോളജി, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ +1-ലും +2-ലും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നടക്കുന്ന ഗർഭവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. ഒരു സ്കാനിങ് പോലും ഇല്ലാത്ത, അതിനെക്കുറിച്ച് ചിന്ത പോലും വരാത്ത ഒരു കാലഘട്ടത്തിലാണ് വയറിൻ്റെ ഉള്ളിൽ നടക്കുന്ന, ഗർഭാശയത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇതൊരിക്കലും ഒരു പ്രവാചകൻ, ആ മുഹമ്മദ് എന്ന നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വന്തം വാക്കുകളിൽ നിന്ന് എടുത്തു പറയാൻ കഴിയില്ല എന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം, നിരക്ഷരനായ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം അത് ദൈവികമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതോടൊപ്പം മൂന്നാമത്തത്, ഒരു മനുഷ്യനാണ് ഇത് എഴുതിയിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, കൊറോണ ടൈമിൽ ഖുർആനിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സൂറത്തുണ്ടാക്കി എന്ന രൂപത്തിൽ കൊണ്ടുവന്നു. അതിൻ്റെ അവസ്ഥ തന്നെ ഞാൻ ആദ്യം വിശദീകരിച്ചു. ഒന്ന്, ഖുർആനിനെ കോപ്പി അടിച്ചതാണ്. രണ്ട്, ആ ഖുർആനിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആ അധ്യായത്തിൽ, അവർ ഉണ്ടാക്കി കൊണ്ടുവന്ന അധ്യായത്തിൽ അതിൻ്റെ ഗ്രാമർ പരിശോധിച്ചാൽ പോലും ഭീമാബദ്ധങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്നത് അത് ന്യൂനതകൾ നിറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകേണ്ടി വരും, അല്ലെങ്കിൽ ആശയങ്ങൾ മാറ്റേണ്ടി വരും. പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അതിലുണ്ട്. എന്നാൽ ഖുർആനിനോ തിരുത്തലുകളില്ല, അതുപോലെ തന്നെ മാറ്റങ്ങളില്ല. അത് ഏത് കാലത്തിനും അനുയോജ്യമായ രൂപത്തിൽ അത് ഇന്നും നിലനിൽക്കുന്നു എന്നത് വളരെ പ്രസക്തവുമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പോയിൻ്റാണ്, വിശുദ്ധ ഖുർആൻ അത് മനുഷ്യ സൃഷ്ടിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കലാമാണ്. മനുഷ്യ സൃഷ്ടിയെന്ന് മാത്രമല്ല, സൃഷ്ടിയല്ല എന്നുകൂടി വേണം അതിനെക്കുറിച്ച് പറയാനുള്ളത്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, സൃഷ്ടിയല്ല. നാലാമത്തത്, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാസിക്കുകയാണ്. ഞാനൊരു സംഗതി ഉണ്ടാക്കണമെങ്കിൽ ആ ഉണ്ടാക്കിയ സംഗതിയിൽ ഞാൻ തന്നെ എന്നെക്കുറിച്ച് വിമർശിച്ച് എഴുതുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണ്? വിശുദ്ധ ഖുർആനിൽ പ്രവാചകനെ ശാസിക്കുന്നുണ്ട്. ഖുർആൻ പ്രവാചകൻ എഴുതിയതാണെങ്കിൽ ആ പ്രവാചകൻ സ്വയം ശാസിക്കുന്ന എഴുത്തുകൾ എന്തിനാണ് വേണ്ടത്? കൊണ്ടുവന്നത് എന്തിനാണ്? നബി എഴുതിയതാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ശാസനകൾ, നിർദ്ദേശങ്ങൾ ആ രൂപത്തിലുണ്ടാവുകയില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പലയാവർത്തി പ്രവാചകനെ ശാസിച്ചതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് അബസയിലെ ആയത്തുകൾ, അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ, അന്ധരായ ഒരാൾ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ മുഖം ചുളിച്ചു. അത് ആവശ്യമില്ലാത്തതായിരുന്നു, അവിടെ പരിഗണിക്കണമായിരുന്നു എന്ന് പ്രവാചകനെ തിരുത്തിക്കൊണ്ടാണ് ആ ആയത്ത് ഇറങ്ങുന്നത്. അങ്ങനെ പ്രമുഖരായ ആളുകളുടെ ഇടയിലിരിക്കുമ്പോൾ അന്ധനായ ആ ആളിനെ പരിഗണിക്കാതെ പോയതിൽ അല്ലാഹു സുബ്ഹാനഹു തആല തിരുത്തുകയാണ്. തീർന്നില്ല, ബദർ യുദ്ധരംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്ക് തിരിച്ചു പോകാനുള്ള അനുവാദം കൊടുത്തു. അതിനെതിരെയും വിശുദ്ധ ഖുർആൻ ആയത്തിറക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പല രൂപത്തിലുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭാര്യ നൽകിയ ഒരു ഭക്ഷണം അത് ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട്, ഭാര്യയ്ക്ക് ഇഷ്ടമില്ല എന്നതുകൊണ്ട് മാറ്റി നിർത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കണം, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹദ്ദിമു മാ അഹല്ലല്ലാഹു ലക്, നബിയെ എന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കി നൽകിയതിനെ നിങ്ങൾ എന്തിനാണ് ഹറാമാക്കുന്നത്? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഈ രൂപത്തിൽ പല രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ ശാസിച്ചിട്ടുണ്ട്, പ്രവാചകനെ തിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹായിയായിക്കൊണ്ട് നിന്ന ഒരു വ്യക്തിയാണ് അബൂ താലിബ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രവാചകനെ വളഞ്ഞിട്ടാക്രമിക്കുന്ന സമയത്ത് പോലും ഇസ്ലാമല്ലാത്ത മുശ്രിക്കായ അബൂ താലിബ് അവിടെ പ്രവാചകനെ സംരക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു ചെന്നിരുന്നിട്ട് പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി അബൂ താലിബിനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖില്ലെങ്കിൽ
ഒരാൾക്കും ഹിദായത്തിലേക്ക് കടന്നു വരിക സാധ്യമല്ല. പ്രവാചകനാണ്, പ്രവാചകൻ്റെ കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇസ്ലാമിലേക്ക് കടന്നു വരുവാനോ വിജയിക്കുവാനോ സാധ്യമല്ല. അവിടെ പ്രവാചകനെ ഏറെ ആഗ്രഹിച്ചു. പക്ഷേ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു തആല തിരുത്തി പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അല്ലാഹു ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അല്ലാഹു തീരുമാനിച്ച ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. അപ്പോൾ ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും തിരുത്തിയ ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഇതിലൂടെ തന്നെ വ്യക്തമാണ്, വിശുദ്ധ ഖുർആൻ എന്നത് പ്രവാചകന്റെ എഴുത്തല്ല, പ്രവാചകന്റെ നിർമ്മിതിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നിർമ്മിതിയല്ല, അള്ളാഹുവിൻ്റെ കലാമാകുന്നു വിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി അഞ്ചാമത്തെ കാര്യം ഖുർആനിൻ്റെ ഭാഷയാണ്. ഖുർആൻ അറബി ഭാഷയിലാണ് എന്നത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ആ അറബി ഭാഷയിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ജാഹിലിയത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ തൊട്ടുമുമ്പുള്ള കാലഘട്ടം, അവിടെ ഇമ്രുൽ ഖൈസ് ഉണ്ട്. അവിടെ പല വിധത്തിലുള്ള അതിനെ കവിതകളായി, ആ രൂപത്തിൽ ഖുത്ബകളായി, പല രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്ന സാംസ്കാരിക ആ രൂപത്തിലുള്ള വളർച്ചകളുള്ള ഭാഷ കൊണ്ട് വളരുന്ന ഒരു പറ്റം ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം. അവിടെ ഭാഷ കൊണ്ട് ഏറ്റവും വിപ്ലവം തീർത്ത ഒരു സമൂഹം അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിനേക്കാൾ മനോഹരമായ ഭാഷയിൽ വിശുദ്ധ ഖുർആൻ അവർ ഉപയോഗിച്ച അതേ ഭാഷയിൽ ഒരു ന്യൂനതകളില്ലാത്ത രൂപത്തിൽ, ഒരാൾക്കും കവച്ചു വെക്കാൻ കഴിയാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഇറങ്ങുമ്പോൾ സഹോദരന്മാരെ, അതിനെ പ്രതിരോധിക്കാൻ ഈ രൂപത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇസ്ലാമിൻ്റെ വിമർശകർ ഏതു രൂപത്തിലാണോ ഇന്ന് ഇസ്ലാമിനെയും ഖുർആനിനെയും നോക്കിക്കാണുന്നത്, അതുപോലെ അവർ പിന്നീട് നോക്കിക്കാണേണ്ടി വന്ന സാഹചര്യമുണ്ടായി. വൈജ്ഞാനികമായി നേരിടാൻ കഴിയാതെ വന്നപ്പോൾ പിന്നെ യുദ്ധങ്ങളും അടിപിടികളും അക്രമങ്ങളും അഴിച്ചുവിടലായി. അതുകൊണ്ട് ഭാഷയിൽ ജയിക്കാൻ പോലും ഖുർആനിൻ്റെ ഭാഷയും ഭംഗിയും അത് വേർതന്നെയാണ്. അതിൽ വിജയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകൻ ഇത്രയും ഭംഗിയായി എങ്ങനെ ഇത് അവതരിപ്പിക്കുന്നു? അത്ഭുതമായിരുന്നു. അവിടെയാണ് ആ വിശുദ്ധ ഖുർആൻ എന്നത് ദൈവികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പല രൂപത്തിലുള്ള പ്രവചനങ്ങൾ നടത്തി. ഒരു മനുഷ്യനാണ് പ്രവചനം നടത്തുന്നതെങ്കിൽ ആ മനുഷ്യൻ്റെ പ്രവചനങ്ങൾ പകുതി ചിലപ്പോൾ ശരിയായേക്കാം, മറ്റു ചിലത് മോശപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അത് നടക്കാതെ വന്നേക്കാം. അപ്പോൾ ആ മനുഷ്യൻ്റെ ന്യൂനതയാണത്. ഒരു മനുഷ്യനും പൂർണ്ണമായും പ്രവചിക്കാൻ, ലോകാവസാനം വരെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. ഇനി പറഞ്ഞാൽ തന്നെ അതിൽ പലതും നടക്കാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രവചനങ്ങൾ അത് പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണമായിക്കൊണ്ട് റോമൻ സാമ്രാജ്യം അത് വിജയിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിലൂടെ പറഞ്ഞു. അത് വിജയിച്ചു. ഇസ്ലാമിൻ്റെ വ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം അത് ഇസ്ലാമാണ്. അതുപോലെ തന്നെ മക്കയുടെ വിജയം, മക്ക ഫത്ഹ്, അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രകാശം കാണുന്നത് പോലെ, സൂര്യനെ കാണുന്നത് പോലെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രവചനം. ഒന്നുപോലും അത് ഇല്ലാതെ പോകുന്ന, അല്ലെങ്കിൽ പ്രവചനം ശരിയല്ലാതെ മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ അത് റബ്ബിൻ്റെ കലാമാണ് എന്നും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പോ എഴുത്തോ വാചകങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് കേട്ട് എഴുതി വച്ചതോ ആയ ഗ്രന്ഥമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന 6ഓളം കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ, വിശുദ്ധ ഖുർആനിനെ ഒന്ന് അടുത്തറിഞ്ഞു പഠിക്കാൻ, ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഭംഗി ആസ്വദിക്കാൻ, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.